സംസ്ഥാനത്ത് വേനൽ മഴ സജീവമായി തുടരുന്നു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടായി. വരും ദിവസങ്ങളിൽ തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ ജില്ലകളിലാണ് മഴ സാധ്യത. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പത്തനംതിട്ട, കൊല്ലം, പാലക്കാട് ജില്ലകളിലാണ് ഏപ്രിലിൽ ഇതുവരെ വേനൽ മഴ ഏറ്റവും കൂടുതൽ ലഭിച്ചത്. ശക്തമായ മഴയിൽ കൊല്ലം കൊട്ടിയത്ത് ദേശീയപാതയിലുണ്ടായ വെള്ളക്കെട്ടിൽ രാവിലെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന കൊട്ടിയം സിത്താര ജംഗ്ഷനിലെ സർവീസ് റോഡിൽ KSRTC ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് വെള്ളക്കെട്ടിൽ കുടുങ്ങിയത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ശക്തമായ വെള്ളം കെട്ടുണ്ടാവുകയും മഴയുണ്ടാവുകയും വെള്ളക്കെട്ട് ഈ റോഡിലേക്ക് വരികയും ചെയ്തത്. പല വാഹനങ്ങളും ആ വെള്ളത്തിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ഈ വാഹനങ്ങളൊക്കെ എടുത്തു മാറ്റുകയും വെള്ളക്കെട്ട് ഒഴിവാക്കുകയും ചെയ്തതോടുകൂടി റോഡിൽ വലിയ രീതിയിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒന്നോ രണ്ടോ ദിവസമായിട്ടില്ല, കുറേയേറെ നാളുകളായി കൊട്ടിയത്ത അവസ്ഥ ഇതാണ്. കൊല്ലം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. പക്ഷേ ഇത്രത്തോളം ദുരിതം അനുഭവിക്കുന്ന ഒരു ജനങ്ങൾ ഉള്ള പ്രദേശം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. പ്രദേശ വ്യാപാരികളൊക്കെ തന്നെ ഉണ്ട്. വ്യാപാരികളായിട്ടുള്ള ആൾക്കാരുടെ അവസ്ഥ എന്താ, കടയുടെ അവസ്ഥയൊക്കെ എന്താ? സാറേ, ഭയങ്കരമായ മോശമാണ്. നമ്മൾ ഈ റോഡിൻ്റെ പണി വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ജാഗ്രതമായ രക്ഷയിൽ ഞങ്ങളെപ്പോലുള്ള ജീവനക്കാർ ബുദ്ധിമുട്ടുമാണ്. ഈ റോഡിൽ മൊത്തം ബ്ലോക്കാണോ? ഈ റോഡ് മൊത്തം ബ്ലോക്കാണ്. ഇതിനെപ്പറ്റി വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഒരുപാട് വട്ടം സമരം നടത്തിയതാണ്. ഒരു പ്രയോജനം ഉണ്ടായില്ല. ലാസ്റ്റ് നമ്മൾക്ക് 2 പില്ലറും കൂടി മുന്നോട്ട് വയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് നടന്നില്ല. ഇപ്പോൾ കച്ചവടമെല്ലാം ബിസിനസ് എല്ലാം വളരെ മോശമായിട്ടിരിക്കുകയാണ്. കൊട്ടിയംകാർ പൂർണ്ണമായിട്ടും വലഞ്ഞ ഒരു സ്ഥിതിയാണ്. വലിയ രീതിയിൽ കച്ചവടം നടക്കുന്ന ഒരു കൊട്ടിയത്തെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലുകളിലൊന്നാണ്. അതുപോലെ തന്നെ ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. അവിടങ്ങളിലൊക്കെ തന്നെ ഒരു യാത്രക്കാർക്കും വരാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് വരാൻ സാധിക്കില്ല. റോഡിൽ തിരക്ക് കാരണം ഈ കടകളിലേക്ക് കയറാൻ സാധിക്കുന്നില്ല. വലിയൊരു ബുദ്ധിമുട്ടിലാണുള്ളത്. കാര്യം ഇന്ന് പുലർച്ചെയൊക്കെ തന്നെ ജനങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിൽ. ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വളരെ മണിക്കൂറുകൾ പണിപ്പെട്ടാണ് ആ വെള്ളക്കെട്ട് മാറ്റിയത്. അതിനുശേഷമാണ് വാഹനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത്. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാം, ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ നീണ്ട നിര, വലിയ രീതിയിലുള്ള വാഹനത്തിൻ്റെ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഒരു അരമണിക്കൂർ അതിനകത്ത് ആയിട്ട് സ്ഥിരം 6 ദിവസം കൊണ്ട് ഇതാ അവസ്ഥ. എല്ലാവരും ഇവിടെ ഒരൊറ്റ വഴിയല്ലേ ഉള്ളു. ഇപ്പോൾ ഈ പാലത്തിനടിയിൽ കൂടെ പോകുന്നതുകൊണ്ട് 4 സൈഡിൽ കൂടെ വണ്ടി അവിടെ നിന്ന് കയറിയ ഈ 4 സൈഡ്. അപ്പോൾ കുറേശ്ശെ പോലീസുകാർ വണ്ടി വിടുമ്പോഴത്തേക്കാണ് ഇങ്ങനെ ബ്ലോക്ക് വരുന്നത്, ഹൈവേയിലെ ബ്ലോക്ക് വരുന്നത്. എങ്ങനെയെങ്കിലും ഇവിടുത്തെ ബ്ലോക്ക് മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും ഇത്രത്തോളം പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. കൊല്ലം ജില്ലയിൽ കൊട്ടിയത്ത് മാത്രം എന്തുകൊണ്ട് ഇത്രത്തോളം ബ്ലോക്ക് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നിർമ്മാണം, ദേശീയപാതയുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു എന്നതിനുള്ള ഒരു വ്യക്തമായ ഒരു സ്ഥിരീകരണം, ഒരു കാര്യം, ഒരു മറുപടി നൽകണമെന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. എന്തായാലും ജനങ്ങൾ വലിയ ദുരിതത്തിൽ തന്നെയാണ്. കൊട്ടിയത്ത് നിന്ന് കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.